നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകം കൂളിമുട്ടം ഭജനമഠം ബീച്ചിൽ തിരമാലയിലിടിച്ച് മത്സ്യബന്ധന വള്ളം തകർന്നു. 2 പേർക്ക് പരിക്ക്. കൈപ്പമംഗലം കാളമുറിയിൽ കുളത്തിലെ മത്സ്യങ്ങൾ ചത്തുപൊന്തിയ നിലയിൽ വിഷം കലക്കിയതാണെന്ന് സംശയം. തളിക്കുളം സ്നേഹതീരത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ 17-കാരൻ മുങ്ങി മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മതിലകം കൂളിമുട്ടം ഭജനമഠം ബീച്ചിൽ ഫൈബർ വള്ളം തിരമാല അടിച്ച് തകർന്ന 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഭജനമഠം സ്വദേശികളായ രാമത്ത് വീട്ടിൽ അനിൽ, കൊച്ചിക്കപ്പറമ്പിൽ ഷിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവർ പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഫൈബർ വള്ളം, 2 എഞ്ചിനുകൾ, വല, അനുബന്ധ ഉപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുള്ളതായി തൊഴിലാളികൾ പറയുന്നു. ഭജനമഠം ബീച്ചിലെ വേദവ്യാസൻ എന്ന വള്ളമാണ് തകർന്നത്. കാളമുറിയിൽ യുവാക്കൾ ചേർന്ന് നടത്തുന്ന മത്സ്യകൃഷിയിലെ മീനുകൾ കുളത്തിൽ ചത്തുപൊന്തിയ നിലയിൽ. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് പുത്തൂര് വിഘ്നരാജന്റെ വീട്ടുവളപ്പിലെ കുളത്തിലാണ് 10ഓളം പേർ ചേർന്ന് ഒരുമ സ്വയം സഹായ സംഘം എന്ന പേരിൽ മത്സ്യകൃഷി നടത്തിയിരുന്നത്. വെള്ളിയാഴ്ച ഉച്ച മുതലാണ് കുളത്തിൽ മീനുകൾ ചത്തുപൊന്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരമായപ്പോഴേക്കും മുഴുവൻ മീനുകളും ചത്തുപൊന്തുകയായിരുന്നു. കട്ല, രോഹു, ഫിലോപ്പിയ തുടങ്ങിയ വിലപിടിപ്പുള്ള മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. കുളത്തിൽ ആരോ വിഷം കലക്കിയതാകാമെന്ന് കരുതുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. വിലക്കയറ്റം തടയുക, സമഗ്രമായ കാർഷിക നയം ആവിഷ്കരിക്കുക, കേന്ദ്രവിഹിതം ഉറപ്പാക്കി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുക എന്നീ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. KSKTU എടത്തുരുത്തി വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KSKTU നാട്ടിക ഏരിയ ജോയിന്റ് സെക്രട്ടറി PC രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്തണം എന്നതാണ് ഏറ്റവും പ്രധാനവുമായ മുദ്രാവാക്യമായി കേരളത്തിലെ കർഷക തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. കാരണം കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്നവരും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവരുമാണ് കേരളത്തിലെ കർഷക തൊഴിലാളികൾ എന്നുള്ളതുകൊണ്ട് വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ വിഭാഗത്തിലെ ജനവിഭാഗങ്ങളെയാണ് എന്ന തിരിച്ചറിവാണ് കേരളത്തിലെ കർഷക തൊഴിലാളികളെ. KSKTU എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KS ഷനിത്ത് അധ്യക്ഷനായി. KG സുഖദേവ്, PK രവി എന്നിവരും സംസാരിച്ചു. KSKTU കൈപ്പമംഗലം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KSKTU ജില്ലാ കമ്മിറ്റി അംഗം MC ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മേടിക്കുന്ന സാധനം നാളെ ചെല്ലുമ്പോൾ ഇരട്ടി വില കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് വിലക്കയറ്റം വന്നെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളുടെ ഫലമായിട്ടാണ് വിലക്കയറ്റം ഈ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരി വർഗം വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി യാതൊരു നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ കുത്തകളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിയമനിർമ്മാണത്തിന്റെ ഫലമായി വിലക്കയറ്റം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടിയിരുന്ന സബ്സിഡികളും ആനുകൂല്യങ്ങളും ഒന്നൊന്നായി. KSKTU കൈപ്പമംഗലം വെസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി EK ദേവാനന്ദൻ അധ്യക്ഷനായി. PC മനോജ്, BS ശക്തിധരൻ, KC ശേഖരൻ, VG വിശ്വനാഥൻ, ബാഹുലയൻ എന്നിവരും സംസാരിച്ചു. KSKTU പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM ലോക്കൽ സെക്രട്ടറി NK രാംദാസ് ഉദ്ഘാടനം ചെയ്തു. താഴെക്കിടയിൽ കിടക്കുന്ന കർഷക തൊഴിലാളി വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സമയം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സമരം സംഘടിപ്പിക്കുന്നത്. 2-3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടിയുടെയും അവരുടെ ബന്ധുക്കളുടെയും താല്പര്യങ്ങളല്ലാതെ
കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന വിഷയം വിലക്കയറ്റം തടയുക എന്നൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മുടെ ഈ സമരത്തിന്. KSKTU വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PK ശശിധരൻ അധ്യക്ഷനായി. TK രാജു, KK മുരളി, CK ഗിരിജ, രജി സഹജൻ എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം കൃഷിഭവന്റെയും തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്ത് മുളപ്പിച്ചെടുത്ത സബോള തൈകളുടെ വിതരണം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. മണ്ണുത്തി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ രഞ്ജൻ S കരിപ്പായി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എറിയാട് കൃഷി ഓഫീസർ KM ദിവ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കൃഷി ഓഫീസർ ജ്യോതി P ബിന്ദു എന്നിവരും സംസാരിച്ചു. പഞ്ചായത്തിലെ കർഷകർക്കായി 30,000 തൈകളാണ് കൃഷിവകുപ്പിന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കിയത്. ആഫ്രിക്കയിലെ എത്യോപ്യ എന്ന രാജ്യത്ത് അവിടെയുള്ളൊരു ലോകബാങ്ക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 10 വർഷം വിദേശ രാജ്യത്ത് ഇവിടുത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി കാർഷിക സർവകലാശാലയിൽ തിരിച്ച് സർവീസിൽ പ്രവേശിച്ച ശേഷം പെരിഞ്ഞനം പഞ്ചായത്തിൽ വരാനൊരു ഭാഗ്യമുണ്ടായിട്ടില്ല. ഏതാണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്രീമതി ബിന്ദു ജ്യോതി ബിന്ദു എന്നെ ക്ഷണിച്ചപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ഞാൻ ചേരാമെന്ന് കേൾക്കുകയും വരാൻ ശ്രമിക്കുകയും ചെയ്തു. കാരണം പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒട്ടേറെ കേട്ടറിയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ശ്രീമതി സതിചന്ദ്രൻ പോലുള്ള കേരളത്തിലും അതിനുപുറത്തും അറിയപ്പെടുന്ന കാർഷിക വനിതകൾ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകൾ ഉള്ള പഞ്ചായത്താണ് ഇതെന്ന് എനിക്കറിയാം. ഞാൻ ഒരാളെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീമതി സതിചന്ദ്രൻ തന്നെ ഞങ്ങളുടെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഉപദേശക സമിതി അംഗം കൂടിയാണ്. മാത്രമല്ല ഒട്ടേറെ പേര് പുത്തൻ കൃഷി സംരംഭങ്ങളുമായി ഇറങ്ങുന്ന തീരദേശ പഞ്ചായത്ത് എന്ന നിലയ്ക്ക് പെരിഞ്ഞനം പഞ്ചായത്തിന് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കാർഷിക സംരംഭങ്ങളിൽ നൂതനാധ്യായങ്ങൾ കുറിക്കാൻ കഴിഞ്ഞു എന്ന് വായിച്ചറിയിച്ചിട്ടുണ്ട്. ഇടവേള.